ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാളി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ്. ഓണം സദ്യ സ്പെഷ്യൽ കൂട്ടുകറി. ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. ഞാനൊരു കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പോളം കടലപ്പരിപ്പാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയായ കടലപ്പരിപ്പാണ് അത് ചേർക്കുന്നുണ്ട്. വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്ന വരയ്ക്ക് വേവിച്ചെടുക്കാം. ഓക്കെ, ഇതിൻ്റെ പ്രഷറെല്ലാം പോയ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്രഷറൊന്ന് പോയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, വെന്തിട്ടുണ്ടോ നമുക്ക് നോക്കുകയാണേ. കണ്ടോ, ഈ ലെവലിൽ ആയാൽ മതി. ഒരുപാട് കുഴഞ്ഞു പോകേണ്ട രീതിയില്ല, ഈ ലെവലിൽ മതി. ഞാനിവിടെ ഒരു മൺപാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് വെച്ചാൽ അതെടുത്താൽ മതി. ഞാനൊരു നാടൻ ഫീൽ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ചേനയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിരിക്കാൻ ചേന ചേർത്ത് കൊടുക്കാം. പിന്നെ കുമ്പളങ്ങിയാണ്, ഇതുപോലെ കുമ്പളങ്ങി ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് നോക്കിയിട്ടിടാം. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ, നമുക്ക് ഇതിനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം വേവായിട്ടുണ്ടാകും. നമുക്ക് നോക്കി നോക്കാം. ചേനയൊന്ന് നമുക്കൊന്ന് എടുത്ത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇത്രയും മതി. നമ്മുടെ ചേന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. തേങ്ങ ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് എടുത്തേക്കാം. പിന്നെ ഇതിലേക്ക് കുരുമുളക് 1 ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഒന്ന് കളർ മാറി വരട്ടെ. ഇതാണോ, ഇതിൽ നിന്ന് നമുക്കിതിന് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാനുണ്ട്. ഞാൻ 2 രീതിയിലാണ് നമ്മുടെ കൂട്ടുകറിയിലേക്ക് തേങ്ങ ചേർക്കാൻ പോകുന്നത്. ആദ്യം ഇതുപോലെ ഒന്ന് ഏകദേശം ഒരു കളർ മാറി വരുന്ന സമയത്ത് ഞാൻ ഇന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് അരയ്ക്കാനുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിതാ ഈ ഒരു കളർ ആവുന്നവരെയും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ, ഇത്രയായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കൂട്ടുകാരിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ട് നമുക്കിതിൽ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. അല്ല, ഈ ഒരു പരുവമായിട്ടുണ്ട്. ഒരുപാട് കുഴയുന്നില്ല. വെള്ളം ചേർക്കാതെ ആക്കിയതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരയാണ്, വെല്ലം, അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു കട്ടയോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഓണത്തിന് സദ്യ ഒരുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതുപോലുള്ള ഓണം സദ്യ റെസിപ്പികളുടെ ലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തേക്കാം. പ്ലേലിസ്റ്റിൽ ഞാനൊരു ഫോൾഡർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഇതുപോലെ തന്നെ ഒരുപാട് ഐറ്റം അതിനകത്ത് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഉണ്ടാക്കി നോക്കുക. ഓക്കെ, നമ്മുടെ കൂട്ടുകറി ഇവിടെ ഇളക്കി റെഡി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ച് വെച്ച് 2-3 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ അവസാനം മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ വറുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഇളക്കി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിൻ്റെ താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വെള്ളം ഉഴുന്ന് പരിപ്പാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 വറ്റൽമുളക് പൊട്ടിച്ചതായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം നന്നായിട്ടൊന്ന് കളർ മാറി വരട്ടെ. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകറിയിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂട്ടുകറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ ഓണം സദ്യ സ്പെഷ്യലിൻ്റെ പ്ലേലിസ്റ്റ് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ഓണം സദ്യയ്ക്കുള്ള ഒരുപാട് സാധനങ്ങളുടെ റെസിപ്പി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്